അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം നിങ്ങളുടെ തിരക്കുകളെല്ലാം ഒന്ന് മാറ്റിവെച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് നോക്കൂ. നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടില്ലേ? ചില മനുഷ്യരെ കാണുമ്പോൾ ശരീരം കൊണ്ടവർ ഒരുപക്ഷെ വളരെ മെലിഞ്ഞവരോ ബലഹീനരോ ആയിരിക്കാം. പക്ഷേ അവരുടെ ആത്മവിശ്വാസം നോക്കൂ, അത് വലിയ മലകളേക്കാൾ കരുത്തുള്ളതാണ്. എന്നാൽ മറ്റു ചിലർ കായികമായി എത്ര കരുത്തരാണെങ്കിലും ഉള്ളിൽ എപ്പോഴോ തകർന്നുപോയവരാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തി അവൻ്റെ പേശികളിലല്ല, മറിച്ച് അവൻ്റെ ഹൃദയത്തിലെ യഖീനിലാണ്, അചഞ്ചലമായ വിശ്വാസത്തിൽ. മഹാനായ ജലാലുദ്ദീൻ റൂമി ഒരിക്കൽ പറഞ്ഞു, നിങ്ങളത്ര ചെറിയവനല്ല, പ്രപഞ്ചം മുഴുവൻ നിങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. യു ആർ നോട്ട് എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ, യു ആർ ദ എൻറ്റയർ ഓഷ്യൻ ഇൻ എ ഡ്രോപ്പ്. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കഥകളുണ്ട്. ഞാൻ ദുർബലനാണ്, എനിക്കൊന്നിനും കഴിയില്ല, ഞാൻ തോറ്റുപോയവനാണ്. ഓർക്കുക, ഇവ വെറും വാക്കുകളല്ല. നിങ്ങളുടെ ജീവിതമെന്ന തോട്ടത്തിൽ നിങ്ങൾ പാകുന്ന വിഷവിത്തുകളാണവ. നിങ്ങൾ എന്തിനെയാണോ ഭയപ്പെടുന്നത്, ആ ഭയം നിങ്ങളുടെ ശരീരത്തെ തളർത്താൻ തുടങ്ങും. എന്നാൽ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ഹൃദയം എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് പൂർണ്ണമായ ബോധ്യത്തോടെ ഇങ്ങനെ പറഞ്ഞാൽ, അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, അവനാണെൻ്റെ ശക്തി, അവനാണെൻ്റെ ഏക ആശ്രയം. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെയാണ് മാറ്റം തുടങ്ങുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മെ എത്ര മനോഹരമായാണ് ആശ്വസിപ്പിക്കുന്നത്. നിങ്ങൾ നിരാശരാകരുത്, ദുഃഖിക്കരുത്. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും വിജയികൾ. ഇന്നത്തെ നമ്മുടെ യാത്ര സൂഫി പാരമ്പര്യത്തിൽ മറഞ്ഞിരിക്കുന്ന ആ വലിയ രഹസ്യത്തിലേക്കാണ്. നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്നത്? അള്ളാഹുവിലുള്ള ആഴമേറിയ വിശ്വാസം എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തെയും ആത്മാവിനെയും പുതുക്കിപ്പണിയുന്നത്? ഭയത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമുക്കൊരുമിച്ച് നടക്കാം. ഹൃദയം തുറന്ന് ഈ യാത്രയിൽ പങ്കുചേരൂ. നമ്മുടെ ഹൃദയത്തിൽ ഉദിക്കുന്ന ചിന്തകൾ വെറും നിഴലുകളോ ശബ്ദമില്ലാത്ത മന്ത്രണങ്ങളോ അല്ല, മറിച്ച് അവ നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും ഒരു ശില്പിയെപ്പോലെ ചെത്തിയൊരുക്കുന്ന അതിശക്തമായ വിത്തുകളാണ്. നാം പുറം ലോകത്ത് കാണുന്ന ഓരോ കാഴ്ചയും അനുഭവിക്കുന്ന ഓരോ നിമിഷവും സത്യത്തിൽ നമ്മുടെ ഉള്ളിലെ ലോകത്തിൻ്റെ ഒരു നിഴൽ രൂപം മാത്രമാണ്. സൂഫി ജ്ഞാനികൾ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ പുറത്തുള്ള ലോകം നിങ്ങളുടെ ഉള്ളിലെ ലോകത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിൽ സമാധാനമാണെങ്കിൽ പുറത്തെ കൊടുങ്കാട്ടിലും നിങ്ങൾ ശാന്തനായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഹൃദയം ഭയം കൊണ്ടോ സംശയം കൊണ്ടോ രോഗാതുരമാകുമ്പോൾ ഏറ്റവും കരുത്തുള്ള ശരീരം പോലും ഒരു കരിയിലയെപ്പോലെ തളർന്നു വീഴുന്നു. ചിന്തിച്ചു നോക്കൂ, ഒരു ഇരുണ്ട മുറിയിലിരിക്കുന്ന ഒരാൾ തറയിൽ കിടക്കുന്ന ഒരു കയർ കണ്ട് അതൊരു പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നു എന്ന് കരുതുക. ആ നിമിഷം അയാളുടെ ഹൃദയത്തിൽ ഭയം എന്ന ചിന്ത വിതയ്ക്കപ്പെടുന്നു. ആ പാമ്പ് യഥാർത്ഥമല്ലെങ്കിൽ പോലും അയാളുടെ ശരീരം വിയർക്കാൻ തുടങ്ങുന്നു, ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു, കാലുകൾ തളരുന്നു. സത്യത്തിൽ അയാളെ തളർത്തിയത് ആ കയറല്ല, മറിച്ച് അയാളുടെ ഉള്ളിൽ രൂപപ്പെട്ട ആ ചിത്രമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നാം നമ്മളെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നുവോ ശരീരം ആ വിശ്വാസത്തെ ഒരു കൽപ്പനയായി സ്വീകരിക്കുന്നു. നിങ്ങൾ ദുർബലനാണെന്ന് നിങ്ങളുടെ മനസ്സ് വിശ്വസിച്ചാൽ ആ ചിന്ത നിങ്ങളുടെ കോശങ്ങളെപ്പോലും തളർത്തും. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ പ്രകാശമുണ്ടെങ്കിൽ ആ വെളിച്ചം നിങ്ങളുടെ മുഖത്തും പ്രവൃത്തിയിലും പ്രതിഫലിക്കും. മഹാനായ റൂമി പറഞ്ഞതുപോലെ, നിങ്ങൾ ഇരുട്ടിലാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ വിളക്ക് തെളിയിക്കുക, കാരണം പുറത്തെ വെളിച്ചത്തിന് നിങ്ങളുടെ ആത്മാവിനെ സുഖപ്പെടുത്താൻ കഴിയില്ല. ഒരിക്കൽ തളർന്ന കാലുകളും നിരാശ നിറഞ്ഞ മനസ്സുമായി ഒരു യുവാവ് ഒരു സൂഫി ഗുരുവിൻ്റെ സന്നിധിയിലെത്തി. തൻ്റെ ശരീരത്തിൻ്റെ നിരന്തരമായ ബലഹീനതയെയും വിട്ടുമാറാത്ത അസുഖങ്ങളെയും കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ട് അവൻ വിതുമ്പി. അവൻ പറഞ്ഞു, ഗുരോ, ചെറിയൊരു ദൂരം പോലും നടക്കാൻ എൻ്റെ ശരീരം എന്നെ അനുവദിക്കുന്നില്ല. ഓരോ ചുവടിലും ഞാൻ തളർന്നു പോകുന്നു. ഇത്രയും ബലഹീനനായ എനിക്ക് എങ്ങനെ അള്ളാഹുവിൻ്റെ അനന്തമായ പാതയിൽ സഞ്ചരിക്കാൻ കഴിയും? ഒരുപക്ഷെ ഈ ആത്മീയ യാത്രയ്ക്ക് ഞാൻ അർഹനല്ലായിരിക്കാം. എൻ്റെ ശരീരം എന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഗുരു മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം ശാന്തമായി അവൻ്റെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി നോക്കി. ആ നോട്ടത്തിൽ കരുണയും സത്യവും നിറഞ്ഞു നിന്നു. അവസാനം ഗുരു മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നിന്റെ മാംസപേശികളല്ല നിന്നെ തളർത്തുന്നത്. നിന്റെ ഹൃദയത്തിൽ നീ നിന്നെക്കുറിച്ച് തന്നെ വരച്ചു വച്ചിരിക്കുന്ന ദുർബലനായ മനുഷ്യൻ എന്ന ചിത്രമാണ് നിന്നെ ചങ്ങലക്കിട്ടിരിക്കുന്നത്. ആ ചിത്രം മായ്ച്ചു കളയുക. നിന്റെ ശരീരം അതിൻ്റെ നിഴൽ മാത്രമാണ്. ഉള്ളിലെ ചിത്രം മാറുമ്പോൾ ശരീരം അത്ഭുതകരമായി അതിനെ പിന്തുടരും. കൂറ്റൻ ആനകളെ മെരുക്കുന്ന പാപ്പാന്മാർ അവയെ തളയ്ക്കുന്നത് ചെറിയൊരു ചങ്ങല കൊണ്ടാണ്.
ആനയ്ക്ക് വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ആ ചങ്ങല പൊട്ടിച്ചെറിയാം. പക്ഷേ കുട്ടിക്കാലം മുതൽ ആ ചങ്ങല തനിക്ക് പൊട്ടിക്കാൻ കഴിയില്ലെന്ന ചിത്രം ആനയുടെ മനസ്സിൽ ഉറച്ചുപോയിട്ടുണ്ട്. ആനയെ തളച്ചിടുന്നത് ആ ഇരുമ്പ് ചങ്ങലയല്ല, മറിച്ച് അതിൻ്റെ ഉള്ളിലെ ആ ബലഹീനതയുടെ ചിത്രം മാത്രമാണ്. നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. തളർന്നുപോയി എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ കോശങ്ങൾ പോലും ആ വിശ്വാസത്തെ അനുസരിക്കുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ അനന്തമായ ശക്തിയുടെ ഒരു കണിക നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം തളർന്ന അസ്ഥികളിലേക്ക് പോലും ജീവൻ തിരിച്ചു വരുന്നു. റൂമി പറഞ്ഞതുപോലെ, നിങ്ങൾ ചിറകുകളുമായാണ് ജനിച്ചത്, എന്തിനാണ് ജീവിതത്തിലൂടെ നിരങ്ങി നീങ്ങുന്നത്? യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്ന ഈ അതിശക്തമായ ആന്തരിക ഭാവനയെ സൂഫികൾ തസവ്വുർ എന്ന് വിളിച്ചു. ഇത് വെറുമൊരു സങ്കല്പമല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവ് പ്രപഞ്ചത്തോട് നടത്തുന്ന നിശബ്ദമായ സംവാദമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ദുർബലനായും പരാജയപ്പെട്ടവനായും നിരന്തരം വിഭാവനം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ആ ചിത്രത്തെ സത്യസന്ധമായി പ്രതിഫലിപ്പിക്കും. എന്നാൽ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അനന്തമായ കരുണയിൽ താങ്ങപ്പെടുന്നവനാണ് നിങ്ങളെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചാൽ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢമായ ഉറവിടങ്ങളിൽ നിന്ന് ഒരു പുതിയ വീര്യം നിങ്ങളിലേക്ക് ഒഴുകുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഒരു ശില്പി ഒരു കല്ലിനെ നോക്കുന്നത് വെറുമൊരു പാറ കഷ്ണമായല്ല, ആ കല്ലിനുള്ളിൽ മനോഹരമായൊരു രൂപം അവൻ മുൻകൂട്ടി കാണുന്നു. ആ ശില്പിയുടെ ഉള്ളിലെ തസവുർ അല്ലെങ്കിൽ ആന്തരിക ചിത്രമാണ് ആ കല്ലിനെ പിന്നീട് ഒരു വിസ്മയമാക്കി മാറ്റുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതം എന്ന കല്ലിനെ എങ്ങനെ രൂപപ്പെടുത്തണം എന്നത് നിങ്ങളുടെ ഉള്ളിലെ ചിത്രത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഗുരു ആ യുവാവിനെ പഠിപ്പിച്ചത് അവൻ്റെ രോഗാവസ്ഥയെ നിഷേധിക്കാനായിരുന്നില്ല, മറിച്ച് ഭയം എന്ന ആഹാരം നൽകി ആ രോഗത്തെ വളർത്തുന്നത് നിർത്താനായിരുന്നു. ഭയം മായുമ്പോൾ രോഗം അതിൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഇല്ലാതാകുന്നു. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത കരുത്തിൻ്റെ ഉറവിടങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറന്നുവിടുന്നു. മഹാനായ റൂമി പറഞ്ഞതുപോലെ, നിങ്ങൾ എന്തിനെയാണോ തേടുന്നത് അത് നിങ്ങളെയും തേടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ശക്തിയെയും പ്രകാശത്തെയുമാണ് തേടുന്നതെങ്കിൽ പ്രപഞ്ചം മുഴുവൻ ആ ശക്തി നിങ്ങളിലെത്തിക്കാൻ ഒന്നിച്ചു നിൽക്കും. വിശ്വാസത്തിൻ്റെ കരുത്തിനെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമായാണ് അരുളി ചെയ്തത്. ദുർബലനായ വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ കരുത്തനായ വിശ്വാസിയാണ്. എങ്കിലും രണ്ടുപേരിലും നന്മയുണ്ട്. ഇവിടെ കരുത്ത് എന്ന് പറയുമ്പോൾ അത് വെറും പേശീബലമോ ശാരീരികമായ ആധിപത്യമോ അല്ല, മറിച്ച് അത് തളരാത്ത ഇച്ഛാശക്തിയും പ്രതിസന്ധികളിൽ പതറാത്ത വിശ്വാസവുമാണ്. ലോകം മുഴുവൻ എതിർത്താലും അള്ളാഹു എന്നെ താങ്ങുന്നു എന്ന ആ ഉറച്ച ബോധ്യമാണ് ഒരു വിശ്വാസിയെ ലോകത്തിലെ ഏറ്റവും വലിയ കരുത്തനാക്കുന്നത്. ശരീരത്തിലെ ബലഹീനത എന്നത് അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണം മാത്രമാണ്. എന്നാൽ ചിന്തയിലെ ബലഹീനത എന്നത് നാം സ്വയം നടത്തുന്ന ഒരു തിരഞ്ഞെടുപ്പുമാണ്. ശരീരത്തിനേൽക്കുന്ന രോഗം ഭാരമുള്ളതായിരിക്കാം, എന്നാൽ വിശ്വാസത്തിനേൽക്കുന്ന രോഗം അതിലും ഭാരമേറിയതാണെന്ന് സൂഫികൾ നമ്മെ ഓർമ്മിപ്പിച്ചു. ഒരു ചെറിയ പക്ഷിയെ നോക്കൂ, കൊടുങ്കാറ്റ് വീശിയടിക്കുമ്പോഴും അത് ഭയപ്പെടാതെ മരക്കൊമ്പിലിരിക്കുന്നു. കാരണം ആ പക്ഷി വിശ്വസിക്കുന്നത് ആ മരക്കൊമ്പിലല്ല, മറിച്ച് തൻ്റെ ചിറകുകളുടെ കരുത്തിലാണ്. അതുപോലെ ഒരു വിശ്വാസിയുടെ കരുത്ത് അവൻ നിൽക്കുന്ന സാഹചര്യങ്ങളിലല്ല, മറിച്ച് തൻ്റെ നാഥനിലുള്ള വിശ്വാസത്തിലാണ്. ഞാൻ ദുർബലനാണ്, ഞാൻ തകർന്നുപോയി എന്ന് ഒരാൾ നിരന്തരം മന്ത്രിക്കുമ്പോൾ അയാൾ അറിയാതെ തന്നെ സ്വന്തം ആത്മാവിന് ചുറ്റും അദൃശ്യമായ ചങ്ങലകൾ നെയ്യുകയാണ്. ആ ചങ്ങലകൾ പൊട്ടിക്കാൻ പുറത്തുനിന്നുള്ള ആർക്കും കഴിയില്ല. അത് നിങ്ങളുടെ ഉള്ളിലെ ഒരു തീരുമാനം കൊണ്ട് മാത്രമേ സാധ്യമാകൂ. റൂമി പറഞ്ഞതുപോലെ, നിങ്ങൾ നിങ്ങളുടെ തടവിരയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു, എന്നിട്ടും എന്തിനാണ് നിങ്ങൾ ആ ഇരുട്ടിൽ തന്നെ കഴിയുന്നത്? പരിശുദ്ധ ഖുർആൻ മനുഷ്യകുലത്തിന് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശയുടെ സന്ദേശം ഇതാണ്: നിങ്ങൾ നിരാശരാകരുത്, ദുഃഖിക്കരുത്. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും വിജയികൾ. ഈ വചനത്തെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. ഇവിടെ അള്ളാഹു ആദ്യം സംസാരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെയോ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളെയോ കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചാണ്. വിജയമെന്നത് പുറം ലോകത്ത് നേടുന്ന ഒന്നല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ ജനിക്കുന്ന ഒരു ബോധ്യമാണ്. ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ആത്മീയ ഗുരുവിനോട് സങ്കടത്തോടെ പറഞ്ഞു, ഗുരു, എൻ്റെ യൗവനം മുതൽ ഞാൻ അസുഖബാധിതനും ദുർബലനുമാണ്. എത്ര മരുന്നുകൾ കഴിച്ചിട്ടും ഒരു മാറ്റവുമില്ല. ഇത്രയും തളർന്ന ഈ ശരീരം കൊണ്ട് എനിക്കെങ്ങനെ അള്ളാഹുവിനെ സേവിക്കാൻ കഴിയും? എൻ്റെ ബലഹീനത എന്നെ ഭയപ്പെടുത്തുന്നു. ഗുരുവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അദ്ദേഹം മന്ദസ്വരത്തിൽ പറഞ്ഞു, മകനെ, മരുന്നുകൾക്ക് നിന്റെ മാംസത്തെയും രക്തത്തെയും സുഖപ്പെടുത്താൻ കഴിഞ്ഞേക്കും,
എന്നാൽ നിന്റെ ആത്മാവിനെ സുഖപ്പെടുത്താൻ വിശ്വാസത്തിനു മാത്രമേ കഴിയൂ. നീ നിന്റെ ബലഹീനതയെക്കുറിച്ചുള്ള പഴയ കഥകൾ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ ശരീരം ആ കഥയിലെ ദയനീയമായ കഥാപാത്രമായി തന്നെ തുടരും. എന്നാൽ ഇന്നു മുതൽ അല്ലാഹു എൻ്റെ ശക്തിയാണ്, അവൻ എന്നെ താങ്ങുന്നു എന്ന പ്രകാശപൂർണമായ ഒരു പുതിയ കഥ നിന്റെ ഹൃദയത്തിൽ എഴുതി തുടങ്ങുക. നിന്റെ ആത്മാവിൽ ആ വെളിച്ചം തെളിയുമ്പോൾ നിന്റെ ശരീരം അറിയാതെ തന്നെ ആ വെളിച്ചത്തെ പിന്തുടരാൻ തുടങ്ങും. ഇരുട്ടിൽ കിടക്കുന്ന ഒരു കണ്ണാടിക്ക് പ്രകാശം നൽകാൻ കഴിയില്ല. എന്നാൽ ആ കണ്ണാടി സൂര്യന് നേരെ തിരിച്ചുവെച്ചാൽ അത് സൂര്യൻ്റെ അതേ പ്രകാശത്തോടെ തിളങ്ങാൻ തുടങ്ങും. നിന്റെ ഹൃദയം നിന്റെ ബലഹീനതകളിലേക്കാണ് തിരിച്ചുവെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ഇരുട്ടു മാത്രമേ ഉണ്ടാകൂ. എന്നാൽ ആ ഹൃദയത്തെ അല്ലാഹുവിൻ്റെ അനന്തമായ ശക്തിക്ക് നേരെ തിരിച്ചുവെക്കൂ. നീ പോലും അറിയാതെ നിന്നിൽ പുതിയൊരു ഊർജം നിറയും. റൂമി പറഞ്ഞതുപോലെ, നിങ്ങൾ ഉള്ളിലൊരു പ്രകാശമുണ്ട്, അത് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ കെൽപ്പുള്ളതാണ്. ആ വെളിച്ചത്തെ പുറത്തെടുക്കുക. സൂഫി ജ്ഞാനികളുടെ കാഴ്ചപ്പാടിൽ ചിന്തകൾ എന്നത് കേവലം നിഴലുകളല്ല, മറിച്ച് അവ അദൃശ്യ ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സൂക്ഷ്മമായ ഊർജപ്രവാഹങ്ങളാണ്. നിങ്ങൾ പൂർണ്ണമായ ബോധ്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും ഒന്നിനെക്കുറിച്ച് വിഭാവനം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അല്ലാഹുവിൻ്റെ ഒരു ദാസൻ തൻ്റെ ബലഹീനതയെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും മാത്രം സങ്കല്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ തൻ്റെ മനസ്സിൽ ആ രോഗത്തിന് താമസിക്കാൻ ഒരു വീട് പണിയുകയാണ് ചെയ്യുന്നത്. എന്നാൽ തൻ്റെ നാഥനിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ തന്നിലെ കരുത്തിനെയാണ് അവൻ സങ്കല്പിക്കുന്നതെങ്കിൽ അദൃശ്യ ലോകത്തിൽ നിന്നും ആത്മീയമായ ഒരു മഹാശക്തി അവനിൽ ഉണരാൻ തുടങ്ങുന്നു. കാരണം ശരീരം എന്നത് കേവലം ഒരു വാഹനമാണ്. അതിൻ്റെ യജമാനനായ ആത്മാവ് എങ്ങോട്ട് ആജ്ഞാപിക്കുന്നുവോ അങ്ങോട്ട് സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ട ഒരു വിനീത സേവകൻ. ഒരു കാന്തിക സൂചിയെക്കുറിച്ച് ചിന്തിക്കുക. അതെപ്പോഴും കാന്തിക ഉത്തരധ്രുവത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഒരു മൂലയിലിരുന്നിട്ടും ആ അദൃശ്യമായ കാന്തിക ശക്തി ആ സൂചിയെ സ്വാധീനിക്കുന്നു. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ഹൃദയവും. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ അല്ലാഹുവിൻ്റെ അൽ ഖവിയ് എന്ന നാമത്തിലേക്ക് തിരിച്ചുവെക്കുകയാണെങ്കിൽ ആ അദൃശ്യമായ കാന്തികത നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും കരുത്ത് നിറയ്ക്കും. റൂമി പറഞ്ഞതുപോലെ, നിങ്ങൾ എന്തിനെയാണോ പ്രണയിക്കുന്നത് അത് നിങ്ങളെ മാറ്റിക്കളയും. നിങ്ങൾ അല്ലാഹുവിൻ്റെ കരുത്തിനെയാണ് പ്രണയിക്കുന്നതെങ്കിൽ ആ കരുത്ത് നിങ്ങളുടെ ശ്വാസത്തിലും സിരകളിലും പടരും. നിങ്ങൾ രോഗത്തെയാണ് ഭയപ്പെടുന്നതെങ്കിൽ ആ ഭയം നിങ്ങളെ കീഴടക്കും. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. അത്ഭുതവും അതേസമയം സംശയവും നിറഞ്ഞ കണ്ണുകളോടെ ആ ശിഷ്യൻ ചോദിച്ചു, ഗുരോ, ഇത് സത്യത്തിൽ സാധ്യമാണോ? വർഷങ്ങളായി ഞാൻ കഴിച്ച മരുന്നുകൾക്കും ചികിത്സകൾക്കും മാറ്റാൻ കഴിയാത്ത ഈ ബലഹീനതയെ വെറുമൊരു ചിന്ത കൊണ്ട് സുഖപ്പെടുത്താൻ കഴിയുമോ? ഗുരു ശാന്തമായി മന്ദഹസിച്ചു. അവൻ്റെ ആകുലതകളെ മായ്ച്ചു കളയുന്ന സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, മകനെ, ഇത് വെറുമൊരു ചിന്തയല്ല, ഇത് നിന്റെ ആത്മാവിനെ തന്നെ മാറ്റി നിറിക്കുന്ന വിശ്വാസമാണ്. നിന്റെ ജീവിതവും ശ്വാസവും ആ ഏകനായ തമ്പുരാന്റെ കയ്യിലാണെന്ന് നീ എപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നുവോ ആ നിമിഷം നിന്നിൽ ഉണരുന്ന ആ നിശ്ചയദാർഢ്യം ലോകത്തിലെ ഏതൊരു ഔഷധ സസ്യത്തെക്കാളും ശക്തമായ ഒരു മരുന്നായി മാറും. നിന്റെ രോഗത്തേക്കാൾ വലിയവനാണ് നിന്റെ നാഥനെന്ന ബോധ്യമാണ് നിനക്ക് വേണ്ടത്. സൂഫി പാരമ്പര്യത്തിൽ ഇതിനെക്കുറിച്ച് മനോഹരമായൊരു പാഠമുണ്ട്. വഴികാട്ടിയുടെ വാക്കുകളല്ല നിനക്ക് ശക്തി നൽകുന്നത്, മറിച്ച് നീ ആ വാക്കുകളെ എത്രമാത്രം ദൃഢമായി നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്നതിലാണ് കാര്യം. ഒരു ചെറിയ കുട്ടി തൻ്റെ പിതാവിൻ്റെ വിരലിൽ തൂങ്ങി നടക്കുന്നത് സങ്കല്പിക്കുക. മുന്നിൽ വലിയൊരു കുഴിയോ തടസ്സമോ കണ്ടാൽ പോലും ആ കുട്ടി ഭയപ്പെടില്ല. കാരണം തൻ്റെ പിതാവിൻ്റെ കൈ തൻ്റെ കൈകളെ താങ്ങുന്നുണ്ടെന്ന വിശ്വാസം അവന് കരുത്തു നൽകുന്നു. ആ കുട്ടിക്ക് സ്വന്തമായി വലിയ ശക്തിയില്ലായിരിക്കാം, പക്ഷേ തൻ്റെ പിതാവിൻ്റെ ശക്തിയിൽ അവന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതുപോലെയാണ് ഒരു വിശ്വാസിയും. തൻ്റെ കൈ പിടിച്ചിരിക്കുന്നത് സർവശക്തനായ അല്ലാഹുവാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ലോകത്തിലെ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ നിങ്ങളുടെ ആത്മാവ് സജ്ജമാകും. റൂമി പറഞ്ഞതുപോലെ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭയമെല്ലാം വെണ്ണ പോലെ ഉരുകിപ്പോകും. നിങ്ങളുടെ ഉള്ളിലെ ഭയം ഉരുകിത്തീരുമ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ ആരോഗ്യം താനേ വളർന്നു തുടങ്ങും. നമ്മുടെ ചിന്തകളുടെയും വിശ്വാസത്തിൻ്റെയും കരുത്തിനെക്കുറിച്ച് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണിത്. എൻ്റെ ദാസൻ എന്നെക്കുറിച്ച് എന്ത് കരുതുന്നുവോ ഞാൻ അതുപോലെയാണ്. ഈ വചനത്തിൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രഹസ്യവും ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ രോഗശാന്തി നൽകുന്നവനായും അൽ ഷാഫി കരുത്തു നൽകുന്നവനായും നിങ്ങളുടെ ഹൃദയത്തിൽ കാണുന്നുവെങ്കിൽ
ആ വിശ്വാസത്തിൻ്റെ വാതിലിലൂടെ അള്ളാഹുവിൻ്റെ കാരുണ്യവും രോഗശാന്തിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങും. എന്നാൽ നിങ്ങൾ എപ്പോഴും രോഗത്തെക്കുറിച്ചും വേദനയെക്കുറിച്ചും ബലഹീനതയെക്കുറിച്ചും മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ അശുഭചിന്തകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വസിക്കാൻ നിങ്ങൾ തന്നെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ശരീരമെന്നത് ആത്മാവിൻ്റെ ഒരു കണ്ണാടി മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം മങ്ങുമ്പോൾ ആ കണ്ണാടിയിലും ഇരുട്ട് പടരുന്നു. സൂഫി ജ്ഞാനികൾ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ രൂപം നിങ്ങളുടെ ചിന്തയുടെ രൂപമാണ്. നിങ്ങളുടെ കണ്ണടയുടെ നിറം മാറുന്നതിനനുസരിച്ച് ലോകത്തിൻ്റെ നിറവും മാറിക്കൊണ്ടിരിക്കും. ഒരു കാർഷിക വിത്തിനെക്കുറിച്ച് ചിന്തിക്കുക. അത് മണ്ണിൽ കിടക്കുമ്പോൾ പുറമെ കാണാൻ യാതൊരു ജീവനുമില്ലാത്തൊരു കഷ്ണം പോലെ തോന്നും. പക്ഷേ ആ വിത്തിനുള്ളിൽ വരാനിരിക്കുന്നൊരു വലിയ മരത്തിൻ്റെ വിശ്വാസവും സങ്കല്പവും ഒളിഞ്ഞിരിപ്പുണ്ട്. ആ വിത്ത് സൂര്യപ്രകാശത്തെയും ജലത്തെയും തേടുമ്പോൾ അത് മുളപൊട്ടി ആകാശത്തേക്ക് വളരുന്നു. നിങ്ങളുടെ ഹൃദയവും ആ വിത്തുപോലെയാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യമാകുന്ന സൂര്യപ്രകാശത്തിലേക്ക് നിങ്ങളുടെ ചിന്തകളെ തിരിച്ചുവെച്ചാൽ തളർന്നുപോയ നിങ്ങളുടെ ജീവിതം വീണ്ടും തളിർക്കാൻ തുടങ്ങും. വിത്ത് മണ്ണിലെ ഇരുട്ടിനെ മാത്രം സ്നേഹിച്ചാൽ അതവിടെ തന്നെ അഴുകിപ്പോകും. റൂമി പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നോക്കുക. അവ വിത്തുകൾ പോലെയാണ്. നിങ്ങൾ ഏതിനെ മനയ്ക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരും. അള്ളാഹുവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം എപ്പോഴും പ്രത്യാശയും കരുത്തും നിറഞ്ഞതാകട്ടെ. ആ പ്രത്യാശ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും പുതുജീവൻ നിറയ്ക്കും. സൂഫി അധ്യാപനങ്ങളിലെ ഏറ്റവും കാലാതീതമായ സത്യമിതാണ്: നമ്മുടെ ഹൃദയമാണ് നമ്മുടെ വിധിയുടെ പണിപ്പുര. നിങ്ങളുടെ ശരീരം ഇന്ന് എങ്ങനെയിരിക്കുന്നു എന്നത് സത്യത്തിൽ നിങ്ങളുടെ വിശ്വാസം എങ്ങനെയുള്ളതാണ് എന്നതിൻ്റെ മറ്റൊരു രൂപം മാത്രമാണ്. പുറമെ കാണുന്ന മാംസവും രക്തവുമല്ല നിങ്ങളെ നയിക്കുന്നത്. മറിച്ചു നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആർക്കാണോ താമസിക്കാൻ അനുവാദം നൽകുന്നത് അവൻ നിങ്ങളുടെ ശരീരമായി പ്രകടമാകും. നിങ്ങളവിടെ കരുത്തിനെ പ്രതിഷ്ഠിച്ചാൽ നിങ്ങളുടെ അവയവങ്ങൾ ശക്തമാകും. നിങ്ങളവിടെ ഭയത്തെ പ്രതിഷ്ഠിച്ചാൽ അവ തളർന്നുപോകും. ശിഷ്യൻ തൻ്റെ പഴയ ബലഹീനതകളുമായി വീണ്ടും മടങ്ങി വന്നപ്പോൾ ഷെയ്ഖ് അദ്ദേഹത്തെ ശകാരിച്ചില്ല. പകരം ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു: മകനെ, ഈ രോഗം നീ സ്വയം ക്ഷണിച്ചു വരുത്തിയതാണ്. ഇന്നലെ നിന്റെ ഹൃദയം അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നപ്പോൾ ആ നിമിഷം നീ സുഖം പ്രാപിച്ചു. എന്നാൽ ഇന്ന് നിന്റെ ഹൃദയത്തിൽ ഭയത്തിന് നീ വാതിൽ തുറന്നുകൊടുത്തു. ആ നിമിഷം നീ വീണ്ടും രോഗിയായി. സുഖവും അസുഖവും നിന്റെ ഉള്ളിലെ ഈ മാറ്റത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് എത്ര കൃത്യമായാണ് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ കണ്ണുകളല്ല അന്ധമാകുന്നത്, മറിച്ച് നെഞ്ചുകൾക്കുള്ളിലെ ഹൃദയങ്ങളാണ് അന്ധമാകുന്നത്. ഈ വചനം നമ്മോട് പറയുന്നത് വലിയൊരു സത്യമാണ്. പുറത്തെ ലോകം കാണാൻ കഴിയാത്തവനല്ല യഥാർത്ഥ അന്ധൻ, മറിച്ച് തൻ്റെ ഉള്ളിലെ വെളിച്ചം നഷ്ടപ്പെട്ടവനാണ്. ഭയമെന്ന അന്ധത നിങ്ങളുടെ ഹൃദയത്തെ കീഴടക്കുമ്പോൾ കാഴ്ചയുള്ളവനാണെങ്കിൽ പോലും നിങ്ങൾ ഇരുട്ടിൽ തപ്പുന്നവനെ പോലെ ഇടറി വീഴുന്നു. എന്നാൽ നിശ്ചയദാർഢ്യം, യഖീൻ എന്ന കാഴ്ച നിങ്ങളുടെ ഹൃദയത്തിന് ലഭിക്കുമ്പോൾ പ്രതിസന്ധികളുടെ മലനിരകൾക്കിടയിലും നിങ്ങൾ കൃത്യമായ പാത കണ്ടെത്തുകയും നിങ്ങളുടെ ശരീരം പുതിയൊരു കഴുത്തോടെ മുന്നോട്ട് കുതിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് സൂഫി വര്യന്മാർ മുറാഖബ എന്ന ആഴമേറിയ ജാഗ്രതയെ സ്നേഹിച്ചത്. ഇത് വെറുമൊരു നിശബ്ദതയല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്ന ഒരു കാവൽക്കാരനെ പോലെ ജാഗ്രതയോടെ ഇരിക്കലാണ്. നിങ്ങളുടെ ചിന്താധാരകളെ ഒരു സാക്ഷിയെപ്പോലെ ശാന്തമായി നിരീക്ഷിക്കുക. വിനാശകരമായ ചിന്തകൾ വരുമ്പോൾ അവയോട് കലഹിക്കാതെ വെറും പുക പോലെ അവ കടന്നുപോകാൻ അനുവദിക്കുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിങ്ങളുടെ ആത്മാവിനെ ഒരു നങ്കൂരമിട്ട കപ്പൽ പോലെ ഉറപ്പിച്ചു നിർത്തുക. ഒരു തടാകത്തെക്കുറിച്ച് ചിന്തിക്കുക. കാറ്റു വീശുമ്പോൾ ആ തടാകത്തിലെ വെള്ളം ഇളകിമറിയുകയും അടിത്തട്ടിലെ ചളി ഉയർന്നു വരികയും ചെയ്യുന്നു. ആ അവസ്ഥയിൽ തടാകത്തിന് ഒന്നും പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ കാറ്റടങ്ങുകയും വെള്ളം ശാന്തമാവുകയും ചെയ്യുമ്പോൾ തെളിഞ്ഞ വെള്ളത്തിൽ ആകാശം മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ഹൃദയവും ആ തടാകം പോലെയാണ്. ആശങ്കകളുടെയും ഭയത്തിൻ്റെയും കാറ്റടിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് കലങ്ങുന്നു. എന്നാൽ മുറാഖബയിലൂടെ നിങ്ങൾ ശാന്തനാകുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രകാശവും കരുത്തും നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നു. റൂമി പറഞ്ഞതുപോലെ, വാക്കുകൾ കൊണ്ട് ശബ്ദമുണ്ടാക്കാതെ നിശബ്ദനായിരിക്കൂ. കാരണം മരങ്ങളെ വളർത്തുന്നത് ഇടിമുഴക്കമല്ല, മറിച്ച് ശാന്തമായി പെയ്യുന്ന മഴത്തുള്ളികളാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ശാന്തമായ നിശബ്ദതയിലാണ് നിങ്ങളുടെ രോഗശാന്തിയും കരുത്തും ഒളിഞ്ഞിരിക്കുന്നത്. ഒരു വില്ലാളി തൻ്റെ അമ്പു തൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ലക്ഷ്യത്തിൽ മാത്രം ഉറച്ചിരിക്കും. ചുറ്റുമുള്ള ശബ്ദങ്ങളോ കാറ്റോ അവൻ്റെ ശ്രദ്ധ മാറ്റുന്നില്ല. ലക്ഷ്യക്കാരൻ്റെ നോട്ടം പതറാതെ ഇരിക്കുമ്പോൾ മാത്രമാണ് ആ അമ്പ് ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി കൊള്ളുന്നത്.
അതുപോലെ ഒരു വിശ്വാസി തന്റെ മനസ്സിനെ എല്ലാ ആകുലതകളിൽ നിന്നും മോചിപ്പിച്ച് അത്യുജ്വലമായ ഒരു ചിന്തയിൽ മാത്രം ഉറപ്പിച്ചു നിർത്താൻ പരിശീലിപ്പിക്കണം. സൂഫി ജ്ഞാനികൾ നമ്മോട് നിർദ്ദേശിക്കുന്നത് ഇതാണ്: അള്ളാഹുവിന്റെ നാമത്തെ പ്രതിഫലിപ്പിക്കുന്ന സമാധാനത്തിന്റെയോ പ്രകാശത്തിന്റെയോ ഒരു വചനം നിങ്ങളുടെ ഹൃദയത്തിൽ മുദ്രണം ചെയ്യുക. അള്ളാഹു എന്നോടൊപ്പമുള്ളതിനാൽ ഞാൻ പൂർണ്ണമായ വിശ്രമത്തിലാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നൂർ അഥവാ പ്രകാശം എൻ്റെ ഓരോ കോശത്തിലും നിറയുന്നു എന്നുള്ള വചനങ്ങൾ പൂർണ്ണമായ നിശ്ചയദാർഢ്യത്തോടെ ഹൃദയത്തിൽ ആവർത്തിക്കുക. ഓർക്കുക, ഇത് കേവലം നാവുകൊണ്ടുള്ള ആവർത്തനമല്ല, മറിച്ച് നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ചിന്തയിലും നെയ്തെടുത്ത അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ്. ഒരു ഭൂതകണ്ണാടി വെയിലിന് താഴെ വെക്കുന്നത് സങ്കല്പിക്കുക. സൂര്യപ്രകാശം എല്ലായിടത്തുമുണ്ടെങ്കിലും ആ കണ്ണാടി പ്രകാശത്തെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ മാത്രമാണ് അവിടെ അഗ്നി ജനിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളും ഇതുപോലെയാണ്. അവ ചിതറിക്കിടക്കുമ്പോൾ അവയ്ക്ക് ശക്തി കുറവായിരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ കരുത്തിനെക്കുറിച്ചുള്ള ഒറ്റ ചിന്തയിൽ നിങ്ങൾ മനസ്സിനെ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ അസാധ്യമായതിനെ പോലും സാധ്യമാക്കുന്ന ആത്മീയമായ ഒരു ഊർജം ഉണരുന്നു. തളർന്നുപോയ നിങ്ങളുടെ ശരീരത്തെ ആ ഊർജം പുനരുജ്ജീവിപ്പിക്കും. മനസ്സിനെ നിശബ്ദമാക്കുക. അപ്പോൾ ഹൃദയം സംസാരിക്കാൻ തുടങ്ങും. ആ നിശബ്ദതയിൽ നിങ്ങൾ കണ്ടെത്തുന്ന വാക്കുകൾ അത് വെറും വാക്കുകളല്ല, അവ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദിവ്യ ഔഷധങ്ങളാണ്. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് സ്വയം അടർത്തിയെടുത്ത് എല്ലാ ആത്മാർത്ഥതയോടെയും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. അവിടെ നിങ്ങൾ കണ്ടെത്തുന്നത് വെറുമൊരു ശൂന്യതയല്ല, മറിച്ച് ലോകത്തിലെ സകല സാമ്രാജ്യങ്ങളെക്കാളും വിലപ്പെട്ട ഒരു മഹാനിധിയാണ്. നിങ്ങൾ ജനിച്ച നിമിഷം മുതൽ നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും നിങ്ങളെ തൊട്ടറിഞ്ഞ് എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ടായിരുന്ന ആ പടച്ചതമ്പുരാന്റെ സാന്നിധ്യം. ഒരിക്കൽ നിങ്ങൾ ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞാൽ, ഒരിക്കൽ നിങ്ങൾ ആത്മീയതയുടെ ആ മധുരം രുചിച്ചാൽ, പിന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഈ ലോകത്ത് ഹൃദയത്തിൻ്റെ വളർച്ചയേക്കാൾ വലിയൊരു ലക്ഷ്യമില്ലെന്നും നിങ്ങളുടെ ഉള്ളിലെ പ്രകാശത്തേക്കാൾ വലിയൊരു സമ്പാദ്യമില്ലെന്നും. കസ്തൂരിമാനിൻ്റെ കഥ നിങ്ങൾ ഓർക്കുന്നില്ലേ? തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന ആ ദിവ്യ സുഗന്ധത്തിൻ്റെ ഉറവിടം തേടി അത് കാട് മുഴുവൻ അലഞ്ഞു നടക്കുന്നു. മുള്ളുകളിൽ തട്ടിയും പാറകളിൽ വീണും അത് തളരുന്നു. ഒടുവിൽ ആ സുഗന്ധം തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നതെന്ന് തിരിച്ചറിയുന്ന നിമിഷം അതിൻ്റെ അലച്ചിൽ അവസാനിക്കുകയും അത് ശാന്തമാകുകയും ചെയ്യുന്നു. നമ്മളും ആ കസ്തൂരിമാനിനെ പോലെയാണ്. ലോകം മുഴുവൻ നാം ശാന്തിയും കരുത്തും തേടി അലയുന്നു. എന്നാൽ നമ്മെ താങ്ങുന്ന ആ മഹാശക്തി നമ്മുടെ സിരകളേക്കാൾ അടുത്തായി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ തിരിച്ചറിവാണ് യഥാർത്ഥ രോഗശാന്തി. ആ ബോധ്യമാണ് യഥാർത്ഥ കരുത്ത്. റൂമി തൻ്റെ വരികളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ഇന്നലെ വരെ ഞാൻ അലയുകയായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടി, അത് അകത്തുനിന്ന് തുറക്കപ്പെട്ടു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ അള്ളാഹുവിൻ്റെ പ്രകാശത്തിനായി തുറന്നു കൊടുക്കുക. അവിടെ ഭയമില്ല, ബലഹീനതയില്ല, ശാന്തിയും അനന്തമായ കരുത്തും മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഥകളും ആത്മീയ പാഠങ്ങളും നമ്മെ വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ സത്യത്തിലേക്കാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത് പുറം ലോകത്തല്ല, അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലാണ്. നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ വളർത്തുന്ന ഭയം നമ്മെ ദുർബലരാക്കും. നാം അനുവദിക്കുന്ന സംശയം നമ്മെ തളർത്തും. എന്നാൽ അള്ളാഹുവിലുള്ള അചഞ്ചലമായ യഖീൻ, വിശ്വാസം നിങ്ങളുടെ ആത്മാവിനെ ചിറക് വിരിച്ചു പറക്കാൻ സഹായിക്കും. സൂഫി ജ്ഞാനികൾ എത്ര മനോഹരമായാണ് പറഞ്ഞത്: ഹൃദയം ഒരു വയലാണ്. നീ അവിടെ എന്തു വിതയ്ക്കുന്നുവോ നിന്റെ ജീവിതത്തിൽ അത് വളരും. നീ അവിടെ ഭയത്തിൻ്റെ വിത്തുകളാണ് വിതയ്ക്കുന്നതെങ്കിൽ ബലഹീനതയുടെ കളകൾ നിന്നെ മൂടും. എന്നാൽ നീ അവിടെ വിശ്വാസത്തിൻ്റെ വിത്തുകൾ വിതച്ചാൽ ആത്മീയമായ മഹാശക്തി നിന്റെ ഉള്ളിൽ പൂത്തുലയും. വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണിത്. ആര് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവോ തവക്കുൽ, അവൻ അവനു മതിയാവനാണ്. അതുകൊണ്ട് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഹൃദയത്തോട് ഒരു പുതിയ കഥ പറഞ്ഞു തുടങ്ങുക. ആ പഴയ ബലഹീനതയുടെ കഥകൾ മായ്ച്ചു കളയുക. പകരം ഉറച്ച സ്വരത്തിൽ പറയൂ: അള്ളാഹു എന്നോടൊപ്പമുണ്ട്, അവനാണ് എന്നെ താങ്ങുന്നത്. അവൻ്റെ നൂർ, പ്രകാശം എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ കോണിലും നിറയുന്നു. ഈ വിശ്വാസം ഒരിക്കൽ നിങ്ങളുടെ ഹൃദയത്തിൽ വേരൂന്നിയാൽ നിങ്ങളുടെ ബലഹീനതകൾ പോലും വലിയ കരുത്തായി മാറും. മഹാനായ റൂമി എഴുതിയതുപോലെ, ഹൃദയം അള്ളാഹുവിൻ്റെ നാമങ്ങളെ പ്രതിഫലിക്കുന്ന ഒരു കണ്ണാടിയാണ്. അത് അൽ ഖവി, അതിശക്തൻ എന്ന നാമത്തെ പ്രതിഫലിക്കുമ്പോൾ ആ ദാസനിൽ ദൈവീകമായ കരുത്തു പ്രകടമാകും. അതിനാൽ നിങ്ങളുടെ ഹൃദയത്തെ വെളിച്ചം കൊണ്ട് നിറയ്ക്കുക. അള്ളാഹുവിൻ്റെ സ്മരണയാൽ അതിനെ ജീവിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും, ശക്തി എന്നത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നോ പേശികളിൽ നിന്നോ വരുന്ന ഒന്നല്ല, അത് അള്ളാഹുവിൻ്റെ അനന്തമായ സമുദ്രത്തിൽ നിന്ന് നിങ്ങളിലേക്ക് ഒഴുകുന്ന ഒന്നാണെന്ന്. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും കൊണ്ടുവന്നെങ്കിൽ
ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ അവൻ്റെ നൂറാൽ പ്രകാശിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളെ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.